പാത്രത്തിലേക്ക് 3 പിടി അളവിൽ കടലപ്പരിപ്പും അതേ അളവിൽ തന്നെ നമ്മൾ ഇവിടെ മൈസൂർ ദാൽ എടുത്തിരിക്കുന്ന തുവരപ്പരിപ്പാണെന്നും കുഴപ്പമില്ല, കഴുകി നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി, 3 പച്ചമുളക്, അതുപോലെ 4 വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമ്മൾ കുക്കറിൽ 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് എന്ത് പച്ചക്കറി വേണമെങ്കിലും നമുക്കിത് എടുക്കാം. ഞാൻ ഒരു മുരിങ്ങക്കായും ഒരു ചെറിയ പീസ് കുമ്പളങ്ങയും അതുപോലെ തന്നെ വാഴയ്ക്കയും മാങ്ങയും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ബേ ലീഫൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു സവോളയും അതുപോലെ തന്നെ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഈ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അത് ആവശ്യത്തിനുള്ള മുളക് പൊടി, 1 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, ഇത് വേകാനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ. ഈ ടൈമിൽ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടെ ചേർത്തിട്ട് അരച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ വെജിറ്റബിൾ എല്ലാം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൂട്ട് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ഒരു കറിവേപ്പില തണ്ടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പാലക്കാടൻ സ്റ്റൈലുള്ള കായ്ച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ബിരിയാണിൻ്റെ കൂടെ, ഇഡ്ഡലി, ദോശ, ആപ്പം, പത്തിരി, നൂലപ്പം, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ.